അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് കണ്ടില്ലേ, നല്ല വസ്ത്രങ്ങൾ ധരിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ. അപ്പൊ ചില ഗേൾസ് പറയുന്നുണ്ട്, ഞങ്ങൾ അഴിഞ്ഞാടി നടക്കും, നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കും, ചിലപ്പോൾ വസ്ത്രം ഇല്ലാതെ നടക്കും എന്നൊക്കെ പറയുന്ന കുറച്ച് പെൺകുട്ടികളുണ്ട്. അവരെന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ടും കാണണം. അതായത് ഈ സ്വാമി പറയുന്നത് പിന്നെ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ നല്ല ഗുണങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ സ്ത്രീ അറിയോ? അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു യുവതിയാണ്. ഈ നാട്ടിൽ എന്ത് പ്രശ്നം സംഭവിച്ചാലും അതിനെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ കഴിഞ്ഞ ദിവസം ഇവര് ശ്രീകണ്ഠൻ നായർക്കെതിരെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തീരെ എനിക്ക് പിടിച്ചില്ല ആ വീഡിയോ കണ്ടിട്ട്. അപ്പൊ എന്തായാലും ഞാൻ അതിനുള്ള മറുപടി എന്തായാലും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ഒന്ന് തന്നേക്കണം പ്ലീസ്. അപ്പൊ നമുക്ക് ഈ യുവതിക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. മിസ്റ്റർ ശ്രീകണ്ഠൻ നായരുടെ നമ്മൾ തമ്മിൽ പ്രോഗ്രാമാണ് ബാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായരെ ബാൻ ചെയ്യുക. ഇത്രയും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഈ നമ്മൾ തമ്മിൽ എന്ന പ്രോഗ്രാമിന് വേണ്ടി കണ്ടെത്താൻ വേണ്ടി ശ്രീകണ്ഠൻ നായർ എടുക്കുന്ന എഫോർട്ട് ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര എഫോർട്ടാണ്. അതായത് ഫാക്ട് ഓറിയന്റഡ് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിന് റീച്ച് ഉണ്ടാവത്തില്ല. ഇതിനെ സംസ്കാരമായിട്ട് കൂട്ടിക്കലർത്തി പാട്രിയാർക്കുമായിട്ട് കൂട്ടിക്കലർത്തി ബ്ലണ്ടേഴ്സ് വിളിച്ചു പറഞ്ഞാലേ ഇതിന് റീച്ച് ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഇയാളെ പോലെയുള്ളവർ എന്തു പറഞ്ഞാലും ആദ്യം എടുത്തിടുക സൈക്കോളജിയാണ്. അതിൽ നിന്നൊരു സിദ്ധാന്തം എടുത്തിട്ട് അത് കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് വ്യാജ ന്യായീകരണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാക്കി മാറ്റി സദാചാരം കുത്തിത്തിരികി ഒരു ഉളുപ്പുമില്ലാതെ ചെലവാക്കാൻ നോക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരുത്തി അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ ഉത്തരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ശ്രീകണ്ഠൻ നായരെയാണ് ശരിക്കും പറഞ്ഞാൽ ബാൻ ചെയ്യുന്നത്. അപ്പൊ ഇവര് പറയുന്നത് ശ്രീകണ്ഠൻ നായർ റീച്ചിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതെന്നാണ്. ആ ഒരു സംഭവത്തിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ഡ്രസ്സ് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ ഒരുപാട് പീഡനങ്ങളും പ്രശ്നങ്ങളും കൂടത്തേ ഉള്ളൂ. എന്താണ് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി എന്നുള്ള ബേസിക് നോളജ് പോലും ഇയാൾക്കില്ല. ഇത്രയും വലിയൊരു നോൺസെൻസ് ആ ഒരു പരിപാടിക്ക് വന്നിരുന്നാൽ എത്ര കോൺഫിഡൻസോട് കൂടിയാണ് സംസാരിക്കുന്നത്. അയാൾ പറഞ്ഞു വെക്കുന്നത് പെൺകുട്ടികളുടെ ഡ്രസ്സും ഒക്കെ കാണുമ്പോൾ പുരുഷന്മാർക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ അവർക്ക് നേരിട്ട് തീർക്കാൻ പറ്റാത്തത് കൊണ്ട് കുട്ടികളെ പോലെ ദുർബലരായ ഇരകളിലേക്ക് അത് വഴിതിരിച്ചു വിടുന്നു. അതായത് ഓഫീസിലെ ദേഷ്യം വീട്ടിൽ വന്ന് തീർക്കുന്നത് പോലെ എന്നൊക്കെയായിരുന്നു ഇയാളുടെ വാദം. ഇനി ഈ തിയറി എന്താണെന്ന് നമുക്ക് നോക്കാം. 1939 ജോൺ ഡോളാർഡും സഹപ്രവർത്തകരും മുന്നോട്ട് വെച്ച് ഈ തിയറി പ്രകാരം ഒരാൾ ഉദ്ദേശിച്ച ഒരു കാര്യം നടക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നിരാശ, അതായത് ഫ്രസ്ട്രേഷൻ, കോപത്തിലേക്കും അക്രമ സ്വഭാവത്തിലേക്കും നയിച്ചേക്കും എന്നായിരുന്നു അവർ കണ്ടെത്തിയത്. എന്നാൽ ഈ തിയറിയെ ലൈംഗിക അതിക്രമങ്ങൾക്കോ കുട്ടികൾക്കെതിരായുള്ള പീഡനങ്ങൾക്കോ അതായത് ചൈൽഡ് സെക്ഷൽ അബ്യൂസിനോ ഉള്ള കാരണമായി ചിത്രീകരിക്കുന്നത് ശാസ്ത്രീയപരമായി മനോരോഗ വിദഗ്ധരുടെ കണ്ടെത്തലുകൾ പ്രകാരവും തികച്ചും തെറ്റാണ്. അപ്പൊ ഇവര് പറയുന്നത് ഡ്രസ്സ് ഏത് രീതിയിൽ ഇട്ടുകൊണ്ട് നടന്നാലും അവിടെ പീഡനങ്ങൾ നടക്കത്തില്ല, ആർക്കും ഒന്നും തോന്നത്തില്ല എന്നാണ്. പക്ഷെ അതൊക്കെ വെറുതെയാണ്, തെറ്റാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ പുരുഷന്മാരും പക്കാ സംഭവങ്ങളൊന്നും അല്ല. എല്ലാ ആണുങ്ങളെയല്ല പറയുന്നത്. ചില ആണുങ്ങൾ അവളെ നോക്കും. ഈ ഗോവിന്ദചാമിയെ പോലുള്ളവര് കയറി എന്തെങ്കിലും ചെയ്തെന്നും വരും. ഒരുപാട് ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരുപാട് പുരുഷന്മാർ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ വ്യക്തമാക്കുന്ന പ്രകാരം ലൈംഗിക അതിക്രമങ്ങളും ചൈൽഡ് അബ്യൂസും അധികാരം സ്ഥാപിക്കൽ, ആധിപത്യം, നിയന്ത്രണം, ഇരകളെ കീഴ്പ്പെടുത്തൽ ഇതൊക്കെ കൊണ്ട് ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളാണ് എന്നാണ്. ബാലപീഡനത്തിന് പിന്നില് യഥാർത്ഥ കാരണങ്ങൾ എന്ന് പറയുന്നത് പീഡോഫീലിയ, അതായത് മുതിർന്നവരെക്കാൾ കുട്ടികളോട് മാത്രം തോന്നുന്ന വികൃതമായ ലൈംഗിക ആകർഷണം. 2 സഹതാപമില്ലായ്മ, അവസരങ്ങൾ മുതലെടുക്കാൻ കിട്ടുന്ന സാഹചര്യങ്ങളെ ഉപയോഗിക്കുക. പിന്നെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്, ഇതിലൊന്നും തെറ്റില്ല അല്ലെങ്കിൽ കുട്ടി എതിർത്തില്ല, ഇതൊക്കെയായിരിക്കും അവരുടെ കാരണങ്ങളായിട്ട് അവർ പറയുക. അല്ലാതെ സാമൂഹ്യ ബോധമുള്ള ഒരാളും മറ്റൊരു പെൺകുട്ടിയെ കണ്ടതിന്റെ പേരിൽ നേരെ പോയിട്ട് അവസരം കിട്ടുന്നിടത്ത് വന്നു നിന്ന് ലൈംഗിക പീഡനം നടത്തില്ല. ഈ ഷോയിൽ മൊത്തത്തിൽ നടന്നത് ബ്ലെയിം ഷിഫ്റ്റിംഗ് ആണ്. കുറ്റവാളികൾക്ക് വേണ്ടി ഇരുന്ന് വാദിക്കുകയാണ്. കുറച്ച് ഇമോഷൻസ്, കുറച്ച് സംസ്കാരം, കുറച്ച് ഫേക്ക് സൈക്കോളജി, ഇതൊക്കെ ഇട്ട് ഇവര് ന്യായീകരണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ശ്രീകണ്ഠൻ നായരുടെ ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യരെയൊക്കെ തപ്പി കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുവന്ന് ഇരുത്തുമ്പോൾ ഓർക്കുക, ഇവരുടെ ഒന്നും സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടല്ല ഇവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും വ്യക്തമായ സ്വാതന്ത്ര്യബോധത്തോടുകൂടി ജീവിക്കുന്നതെന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ വളർന്നു വരുന്ന, ഇപ്പോൾ ചിന്തിക്കുന്ന ഏതൊരു പുരുഷനും അറിയാം സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഞാൻ ദാനമായി കൊടുക്കേണ്ടതല്ല എന്നുള്ള യാഥാർത്ഥ്യം. ഈ ആൺകുട്ടികളെ പിടിച്ചിട്ട് പീഡിപ്പിക്കുന്നവരെ കണ്ടിട്ടില്ലേ? അതെന്തുവാ, പെൺകുട്ടികളുടെ ഡ്രസ്സ് കണ്ടിട്ടാണോ ആൺകുട്ടികളെ കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുന്നത്? അല്ല, ഇതൊക്കെ ബേസിക്കലി സൈക്കാട്രിക് ഇഷ്യൂസ് ആണ്. അതായത് ഇവരൊക്കെ ഇവിടെ ഇരുന്ന് സൈഡ് ചേർന്ന് പറയുന്നത് സൈക്കോപാത്തുകൾക്ക് വേണ്ടിയാണ്. ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം തെരഞ്ഞെടുക്കുന്നത് അവളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. എന്നാൽ അവളുടെ ആ സ്വാതന്ത്ര്യത്തെ സംസ്കാര വിരുദ്ധം എന്ന് ചിത്രീകരിക്കുകയും പുരുഷന്മാരുടെ സ്വയം നിയന്ത്രണത്തെയും പെരുമാറ്റച്ചട്ടത്തെ ഓപ്ഷണലായി മാറ്റുകയും ചെയ്യുന്നതുമാണ് ഈ ഷോകളുടെയൊക്കെ മാനിപ്പുലേഷൻ രീതി എന്ന് പറയുന്നത്. സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് അട്രാക്ഷൻ ഉണ്ടാവും. അവർക്ക് നിയന്ത്രണം എന്നുള്ള ഒരു കാര്യവും കൂടെ ഉണ്ടാവണം. അതെന്തുകൊണ്ട് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളെന്നുള്ള രീതിയിൽ അവർക്കത് പാടില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷെ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ച് ജീവിക്കാനല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ. പിന്നെ ഇന്ത്യ രാജ്യമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്, വസ്ത്ര സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് തോന്നിയ പോലെയൊക്കെ നടക്കാം. എങ്ങനെ വേണമെങ്കിലും നടന്നു, ഏത് രീതിയിൽ നടന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ വസ്ത്രത്തിൽ കുറച്ച് അല്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്നേ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഒരു സ്വാമി പറയുന്ന കാര്യങ്ങൾ ഓരോ വരെയും മിസ്സാക്കാതെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാലത്ത് മഹാനായ ആചാര്യൻ ചാണക്യൻ തന്റെ പ്രിയ ശിഷ്യനായ ചന്ദ്രഗുപ്ത മൗര്യനോടൊപ്പം കാട്ടിലിരിക്കുകയായിരുന്നു. ചന്ദ്രഗുപ്തന് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം പകർന്നു നൽകണമെന്ന് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു അത്. പെട്ടെന്നാണ്
കാടിന്റെ അതിരിലൂടെ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് കടുത്ത ആത്മവിശ്വാസത്തോടെ നടന്നുപോകുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ചാണക്യൻ ചന്ദ്രഗുപ്തനു നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, ചന്ദ്രഗുപ്ത, നീ ആ മനുഷ്യനെ കാണുന്നുണ്ടോ? ചന്ദ്രഗുപ്തൻ തലയാട്ടിക്കൊണ്ട് മറുപടി നൽകി, അതെ ഗുരുദേവ, ഞാൻ അദ്ദേഹത്തെ കാണുന്നുണ്ട്. എന്നാൽ ഇതിലെന്താണ് ഇത്ര പ്രത്യേകതയുള്ളത്? അദ്ദേഹം ഒരു സാധാരണ വഴിപോക്കനെ പോലെ മാത്രമല്ലേ കാണപ്പെടുന്നത്? ചാണക്യൻ ചെറുപുഞ്ചിരിയോടെ ചോദിച്ചു. ശരിയാണ്, എന്നാൽ അവനെ നോക്കിയിട്ട് അവൻ എങ്ങനെയുള്ള ആളാണെന്ന് നിനക്ക് പറയാൻ കഴിയുമോ? അവന്റെ സ്വഭാവം, അവന്റെ പശ്ചാത്തലം, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രവചിക്കാൻ നിനക്ക് സാധിക്കുമോ? ചന്ദ്രഗുപ്തൻ ആ വ്യക്തിയെ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു. ആ മനുഷ്യൻ വൃത്തിയുള്ളതും ഭംഗിയുള്ളതുമായ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. തിളങ്ങുന്ന ഒരു കുപ്പായം, വൃത്തിയായി കെട്ടിയ തലപ്പാവ്, മിന്നുന്ന പാദരക്ഷകൾ. ചന്ദ്രഗുപ്തൻ പറഞ്ഞു, ഗുരുദേവ, അദ്ദേഹം നല്ല വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. കാണാൻ വളരെ മാന്യനായ ഒരു വ്യക്തിയെപ്പോലെയുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ഏതെങ്കിലും ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമായിരിക്കാം. അവന്റെ നിൽപ്പും ഭാവവും കണ്ടിട്ട് അവനൊരു ധനികനാണെന്ന് തോന്നുന്നു. ഒരു വലിയ വ്യാപാരിയോ മുതലാളിയോ ആകാം. ആദരണീയമായ ഒരു കുടുംബത്തിൽ നിന്നാണ് അവൻ വരുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയും. ചാണക്യൻ വീണ്ടും ചോദിച്ചു, ശരി, അവനെ കണ്ടതിനു ശേഷം നീ അവനോട് എങ്ങനെ പെരുമാറണമെന്ന് തീരുമാനിക്കുമോ? ഇതൊക്കെ കേട്ടില്ലേ? ഇതൊക്കെ കേട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് ഇതെല്ലാം ഫുള്ളായിട്ടും കേൾക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു കമന്റും നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവന്റെ സ്വഭാവത്തെക്കുറിച്ച് നീ എന്താണ് ചിന്തിക്കുന്നത്? ചന്ദ്രഗുപ്തൻ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മറുപടി നൽകി, ഗുരുദേവ, അവനെ കണ്ടിട്ട് മാന്യനും സമ്പന്നനുമാണെന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ അവൻ ഏതെങ്കിലും ഒരു പ്രമാണിമാരുടെ വീട്ടിൽ നിന്ന് വന്നതായിരിക്കാം. അതുകൊണ്ട് ഞാൻ അവനോട് വളരെ ബഹുമാനത്തോടെ പെരുമാറും, ആദരവോടെ സംസാരിക്കും, അവനെ എനിക്ക് തുല്യനായി പരിഗണിക്കും. അവന്റെ വസ്ത്രങ്ങൾ തന്നെ അവനൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് വിളിച്ചോതുന്നുണ്ട്. ചാണക്യന്റെ മുഖം ഇപ്പോൾ ഗൗരവമുള്ളതായി മാറി. അദ്ദേഹം പറഞ്ഞു, ശരി ചന്ദ്രഗുപ്ത, എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. യഥാർത്ഥത്തിൽ അവനൊരു സമ്പന്ന കുടുംബത്തിൽ നിന്നും വരുന്നവനല്ല. അവനൊരു വലിയ വ്യാപാരിയുമല്ല. അവനൊരു സാധാരണ കർഷകന്റെ മകനാണ്. ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി നല്ല വസ്ത്രങ്ങൾ ധരിച്ചു വന്നിരിക്കുകയാണ്. അവന്റെ വസ്ത്രങ്ങൾ കടം വാങ്ങിയവയാണ്. എന്നാൽ അവൻ അവ വളരെ ഭംഗിയായി ധരിച്ചിരിക്കുന്നു. നോക്കൂ, വസ്ത്രങ്ങൾ എന്നത് ശരീരത്തെ മറയ്ക്കാനുള്ള ഒരു സാധനം മാത്രമല്ല. അവ ഒരു വ്യക്തിയുടെ പ്രതിച്ഛായ സൃഷ്ടിക്കുന്നു. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ അവന്റെ സ്ഥാനം എന്താണെന്ന് അവ തീരുമാനിക്കുന്നു. ചാണക്യൻ ചന്ദ്രഗുപ്തനോട് തുടർന്നു പറഞ്ഞു, ചന്ദ്രഗുപ്ത, ഒരു രാജാവ് പോലും കീറിയതും അഴുക്കായതുമായ വസ്ത്രങ്ങൾ ധരിച്ച് വേഷം മാറി തെരുവിൽ അലഞ്ഞുതിരിഞ്ഞാൽ ജനങ്ങൾ അവനൊരു ബഹുമാനവും നൽകുകയില്ല. എന്നാൽ ഒരു സാധാരണ കലാകാരൻ വാടകയ്ക്കെടുത്ത വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നതെങ്കിലും അവ അവൻ വൃത്തിയായും ഭംഗിയായും ധരിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അവനെ കണ്ട് അതേ ബഹുമാനത്തോടെയും ആദരവോടെയും വിലയിരുത്തും. അതായത്, ഒരു കാര്യം ഉറപ്പാണ്, ജീവിതത്തിൽ വസ്ത്രങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വളരെ വലിയ പങ്കാണുള്ളത്. അവ നിങ്ങളുടെ ബഹുമാനത്തെയും നിങ്ങളുടെ പ്രതിച്ഛായയെയും നിങ്ങളുടെ വികാരങ്ങളെയും രൂപപ്പെടുത്തുന്നു. കേട്ടല്ലോ, നല്ല വസ്ത്രം ധരിച്ചാൽ മാത്രമേ റെസ്പെക്ട് കിട്ടത്തുള്ളൂ. ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കുറെ നടികളുണ്ടല്ലോ, അവരുടെയൊക്കെ വിചാരം അവരെന്തോ വലിയ സംഭവമാണ്, അവർക്കൊക്കെ ഭയങ്കര റെസ്പെക്ട് കിട്ടുന്നുണ്ടെന്ന്. ഉണ്ടയാണ്. നല്ലതും വൃത്തിയുമുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നു ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണ അറിവ് നൽകാൻ പോകുകയാണ്. എല്ലാ കാര്യങ്ങളും വിശദമായി വിവരിച്ചു തരാം. നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെ ഏവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ വളരെ സവിശേഷത നിറഞ്ഞ ഒന്നാണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ ഒട്ടും ഒഴിവാക്കാതെ കാണണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. യാതൊരു ധൃതിയും കാണിക്കേണ്ടതില്ല. കൂടാതെ നിങ്ങൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഈ വീഡിയോ കാണുന്നത് എന്ന് കമന്റ് ബോക്സിൽ എന്നെ തീർച്ചയായും അറിയിക്കുക. ഒട്ടും സമയം കളയാതെ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ചാണക്യൻ ചന്ദ്രഗുപ്തനെ നോക്കി
ഗൗരവമേറിയ ശബ്ദത്തിൽ പറഞ്ഞു. ചന്ദ്രഗുപ്ത, വസ്ത്രങ്ങൾ ശരീരത്തെ മറയ്ക്കാനുള്ള ഒരു ഉപകരണം മാത്രമല്ല, പണം കാണിക്കാനുള്ള വഴിയുമല്ല. വസ്ത്രങ്ങൾ മനുഷ്യജീവിതത്തിന്റെ ഭൂപടത്തെയാണ് നിർണയിക്കുന്നത് എന്ന് ഞാൻ ഇതിനകം നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. നോക്കൂ, ഒരു ഗുരുവിന്റെ വസ്ത്രങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. അവ ലളിതവും ശാന്തവും അറിവിന്റെ വെളിച്ചം നിറഞ്ഞതുമാണ്. ഒരു രാജാവിന്റെ വസ്ത്രങ്ങൾ വ്യത്യസ്തമാണ്. അവ ബൃഹത്തായ ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട് അധികാരത്തിന്റെയും ശക്തിയുടെയും പ്രതീകമായി ശോഭിക്കുന്നു. ഒരു യോദ്ധാവിന്റെ വസ്ത്രങ്ങൾ വ്യത്യസ്തമാണ്. അവ ശക്തമായ പോരാട്ടത്തിന് സജ്ജമായ അച്ചടക്കത്തിന്റെയും വീര്യത്തിന്റെയും അടയാളമാണ്. അതായത്, ജീവിതത്തിലെ ഓരോ പങ്കിനും ഓരോ വ്യക്തിത്വത്തിനും പ്രത്യേക ഐഡന്റിറ്റി സൃഷ്ടിക്കാൻ വസ്ത്രങ്ങൾക്കൊരു തനതായ രൂപമുണ്ട്. ഇത് മറ്റൊരു കാര്യമാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്. സാധാരണ ജീവിതത്തിൽ മനുഷ്യൻ എങ്ങനെയുള്ള വസ്ത്രങ്ങളാണോ ധരിക്കുന്നത്, ജനങ്ങളും അതിനനുസരിച്ചു മാത്രമേ അവനോട് പെരുമാറുകയുള്ളൂ. ജനങ്ങൾ അതേ വഴിയിൽ തന്നെയാണ് അവനെ വിലയിരുത്തുന്നത്. അവനെ അതേ വീക്ഷണകോണിലൂടെയാണ് കാണുന്നതും അതേ മാനസികാവസ്ഥയോടെയാണ് അവനോട് ഇടപഴകുന്നതും. അതിനാൽ ആദ്യം ഇത് മനസ്സിലാക്കൂ ചന്ദ്രഗുപ്ത. നിങ്ങൾ വളരെ അമിതമായതോ അല്ലെങ്കിൽ വിചിത്രമായോ ആയ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇല്ല, നിങ്ങളുടെ വസ്ത്രങ്ങൾ വൃത്തിയുള്ളതായിരുന്നാൽ മാത്രം മതിയാകും. അവ ഭംഗിയായി ധരിച്ചിരിക്കണം. ഒപ്പം നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഇണങ്ങുന്നതുമായിരിക്കണം. ഈ ചെറിയ കാര്യം ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം കൊണ്ടുവരും. ഇന്നത്തെ ഈ ഉപദേശത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇതാണ് വിശദീകരിച്ചു തരാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നേട്ടം ആത്മാഭിമാനവും അച്ചടക്കവുമാണ്. ചന്ദ്രഗുപ്ത, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മനുഷ്യൻ വളരെ അഴുക്കായ, കീറിയ, പഴയ വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് ഒരു സാമൂഹിക കൂട്ടായ്മയിലേക്കോ അല്ലെങ്കിൽ ഒരു സഭയിലേക്കോ പോയാൽ അവനുള്ളിൽ എത്രത്തോളം ആത്മവിശ്വാസം അവശേഷിക്കും? അവൻ എത്രത്തോളം ധൈര്യത്തോടെ തന്റെ അഭിപ്രായം മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും? മാത്രമല്ല, അവൻ വീണ്ടും വീണ്ടും തന്റെ വസ്ത്രങ്ങൾ ഒളിപ്പിക്കാൻ മാത്രമായിരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവന് ഏറ്റവും ആവശ്യമായ ആദ്യത്തെ കാര്യമായ ആത്മാഭിമാനം ആ നിമിഷത്തിൽ തന്നെ തകർന്നു തരിപ്പണമായി പോകും. ഇനി ഇതിന്റെ മറുപുറം നിങ്ങൾ തന്നെയൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഒരു വ്യക്തി ഭംഗിയുള്ള, പുതിയ, തിളങ്ങുന്ന, കൃത്യമായി ധരിച്ച വസ്ത്രങ്ങളുമായി നെഞ്ചുവിരിച്ച് കണ്ണുകളിൽ വലിയ ആവേശത്തോടെ റോഡിലൂടെയോ സഭയിലേക്കോ നടന്നുപോകുന്നു. അവന്റെ ചുവടുകളിൽ ദൃഢതയുണ്ട്, ശബ്ദത്തിന് ഗാംഭീര്യമുണ്ട്, മുഖത്തൊരു പ്രത്യേക തിളക്കവുമുണ്ട്. അവൻ ഓരോ വാക്കും വലിയ ആത്മവിശ്വാസത്തോടെയാണ് സംസാരിക്കുന്നത്. കാരണം വസ്ത്രങ്ങൾ തന്നെയാണ് അവനുള്ളിൽ ഊർജം നിറയ്ക്കുന്നത്. അവ അവനെ സന്തോഷത്തോടെ നിലനിർത്തുന്നു. പെരുമയോടും പൂർണ്ണമായ ആത്മാഭിമാനത്തോടും കൂടി അവനെ നിറയ്ക്കുന്നു. അപ്പോൾ പറയൂ ചന്ദ്രഗുപ്ത, ഈ രണ്ടുപേരും തമ്മിൽ എത്രമാത്രം വ്യത്യാസമുണ്ട്? രണ്ടു മനുഷ്യരും ശാരീരികമായി ഒരേപോലെയാണെങ്കിലും വസ്ത്രങ്ങൾ അവനുള്ളിലുള്ള മനുഷ്യനെ പൂർണ്ണമായി മാറ്റിമറിച്ചിരിക്കുന്നു. നല്ല വസ്ത്രങ്ങൾ ധരിച്ചയാൾ സ്വയം അഭിമാനത്തോടെയാണ് നോക്കുന്നത്. അവന്റെ സ്വയം മൂല്യം ആകാശത്തെ തൊടുന്നു. കാരണം ചന്ദ്രഗുപ്ത, ആത്മാഭിമാനം വസ്ത്രങ്ങളിലാണ് നിലകൊള്ളുന്നത്. വസ്ത്രങ്ങൾ കീറിയതും പഴയതും അഴുക്കുപിടിച്ചതുമായിരിക്കുമ്പോൾ സമൂഹം അവനെ അതേ വീക്ഷണകോണിലൂടെയാണ് കാണുന്നത്. ഒരു ഭിക്ഷാക്കാരനെപ്പോലെയോ ഉത്തരവാദിത്വമില്ലാത്തവനെപ്പോലെയോ അല്ലെങ്കിൽ ഒരു ചെറിയ മനുഷ്യനെപ്പോലെയോ ആണ് അവനെ വീക്ഷിക്കുന്നത്. അവന്റെ ആകെത്തുകയായുള്ള അനുഭവം മനസ്സിന്റെ കരുത്തിനെ താഴേക്ക് തള്ളിയിടുന്നു. അവൻ പറയാൻ ആഗ്രഹിച്ച കാര്യം പോലും അവന് പറയാൻ കഴിയാതെ വരുന്നു. ജനങ്ങൾ അവനെ തൊണ്ടയനക്കുന്നു, നോക്കി ചിരിക്കുന്നു, അവഗണിക്കുന്നു, അല്ലെങ്കിൽ മിക്കപ്പോഴും ശ്രദ്ധിക്കാതെ വിട്ടുകളയുന്നു. ചില സമയങ്ങളിൽ കീറിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ എന്തിനാണ് നാണിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ യഥാർത്ഥ വസ്ത്രധാരണത്തിന്റെ സത്യമെന്തെന്നാൽ ചന്ദ്രഗുപ്ത, ഒരു മനുഷ്യനും മനഃപൂർവ്വം കീറിയതോ പഴയതോ അഴുക്കായതോ ആയ വസ്ത്രങ്ങൾ ധരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവനു വസ്ത്രങ്ങൾക്ക് കടുത്ത ദൗർലഭ്യമുണ്ടാകുന്നതുവരെ ഓരോ മനുഷ്യനും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇത് പ്രകൃതിയുടെ നിയമമാണ്. രണ്ടാമത്തെ കാര്യം, നല്ല വൃത്തിയുള്ളതും ഭംഗിയുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒരു തരത്തിലുള്ള ആഡംബര പ്രകടനവുമല്ല. ഇത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നൽകുന്ന ആദ്യത്തെ ബഹുമാനമാണ്. ഇത് നിങ്ങളുടെ സ്വയം മൂല്യത്തിന്റെ വേരുകളെ ശക്തമാക്കുന്നു. നിങ്ങൾ നിങ്ങൾക്ക് തന്നെ പ്രാധാന്യം നൽകുമ്പോൾ മാത്രമാണ് ഈ ലോകം നിങ്ങൾക്ക് പ്രാധാന്യം നൽകുകയുള്ളൂ. ആത്മവിശ്വാസം സ്വയമേവ വർദ്ധിക്കും. നിങ്ങൾ ഭംഗിയായി ഒരുങ്ങി വൃത്തിയുള്ളതും ഇസ്തിരിയിട്ടതുമായ വസ്ത്രങ്ങളും തിളങ്ങുന്ന പാദരക്ഷകളും
ചീകിയൊതുക്കിയ തലമുടിയുമായിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് വളരെ വ്യക്തമായൊരു സന്ദേശം ലഭിക്കുന്നു. ഇന്ന് ഞാൻ സമാധാനത്തോടെ തയ്യാറായിരിക്കുന്നു. ഇന്ന് ഞാൻ ബലഹീനയല്ല, ശക്തയാണ്. ഇന്ന് ഞാൻ അവസരങ്ങളെ നേരിടാൻ പൂർണ്ണസജ്ജയാണ് എന്ന് നിങ്ങളുടെ മനസ്സ് ചിന്തിക്കും. ഈ സന്ദേശം യാതൊരുവിധ മാന്ത്രിക വിദ്യയുമല്ല. ഇത് മനസ്സിന്റെ സ്വാഭാവികമായ പ്രതികരണമാണ്. ഈ സന്ദേശം ലഭിച്ചയുടൻ നിങ്ങളുടെ ശരീരഭാഷ തന്നെ മാറിമറിയുന്നു. നിങ്ങളുടെ നട്ടെല്ല് നിവരുന്നു, തോളുകൾ വിരിയുന്നു, നോട്ടങ്ങൾ നേരെയാകുന്നു, തനിയെ മുഖത്തേക്ക് ഓടിയെത്തുന്നു. നിങ്ങളുടെ സംസാരത്തിൽ ഒരു പുതിയ ആഴം പ്രകടമാകുന്നു. വാക്കുകൾ വ്യക്തമായി പുറത്തുവരുന്നു. ശബ്ദത്തിൽ ദൃഢതയുണ്ടാകും. നിങ്ങളുടെ സാന്നിധ്യം അവിടെ പ്രകാശിച്ചു നിൽക്കും. ഈ ആത്മവിശ്വാസം യാതൊരു നിർബന്ധവുമില്ലാതെ, ആരെയും കാണിക്കാൻ വേണ്ടിയല്ലാതെ സ്വയമേവ പുറത്തുവരുന്നതാണ്. നിങ്ങൾ തനിയെ ധൈര്യം സംഭരിക്കേണ്ട ആവശ്യമില്ല. വസ്ത്രങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ആ ധൈര്യം പകർന്നു നൽകുന്നത്. ചന്ദ്രഗുപ്ത, ഇനി മൂന്നാമത്തെ നേട്ടത്തെക്കുറിച്ച് കേൾക്കൂ. ഒരാളെക്കുറിച്ചുള്ള ആദ്യത്തെ അഭിപ്രായം, ഫസ്റ്റ് ഇംപ്രഷൻ, മനസ്സിൽ ശക്തമായി പതിയും. ജനങ്ങൾ നിങ്ങളുടെ സംസാരം കേൾക്കുന്നതിനു മുൻപ് നിങ്ങളെ കാണുന്നു എന്നത് തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിയമം. വെറും 7 മുതൽ 10 സെക്കൻഡുകൾക്കുള്ളിൽ അവർ നിങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായൊരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നു. നിങ്ങൾ പ്രധാനപ്പെട്ടയാളാണോ അല്ലയോ? നിങ്ങളെ വിശ്വസിക്കാമോ കൂടാമോ? നിങ്ങൾ ഗൗരവമുള്ള വ്യക്തിയാണോ അതോ ഉത്തരവാദിത്തമില്ലാത്തയാളാണോ? നിങ്ങൾ ചുമതലാബോധമുള്ളയാളാണോ അല്ലയോ? ഈ തീരുമാനമെടുക്കുന്നത് നിങ്ങളുടെ വാക്കുകൾ കൊണ്ടല്ല, നിങ്ങളുടെ പ്രതിച്ഛായ കൊണ്ടാണ്. കൂടാതെ ഈ പ്രതിച്ഛായ ആദ്യം രൂപപ്പെടുന്നത് നിങ്ങളുടെ വസ്ത്രങ്ങളിലൂടെ തന്നെയാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ ചന്ദ്രഗുപ്ത. നിങ്ങളൊരു വിവാഹ ആലോചനയ്ക്കായി പോകുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ് ചർച്ചയ്ക്ക് പോകുകയാണെങ്കിലോ, അതുമല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ആളെ കാണാൻ പോകുകയാണെങ്കിലോ, നിങ്ങൾ പൂർണ്ണമായ ആത്മാഭിമാനത്തോടെയും തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും വലിയ ആവേശത്തോടെയും ഒരുങ്ങിയിറങ്ങുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ വൃത്തിയുള്ളതാണ്, ഭംഗിയായി ധരിച്ചിരിക്കുന്നു, പാദരക്ഷകൾ തിളങ്ങുന്നു, മുടി ചീകിയൊതുക്കിയിരിക്കുന്നു. നിങ്ങളുടെ മൊത്തത്തിലുള്ള വ്യക്തിത്വം സമതുലിതവും ശക്തവുമായൊരു ഊർജം പുറപ്പെടുവിക്കുന്നു. നിങ്ങൾ എതിരെയുള്ള വ്യക്തിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആദ്യം നിങ്ങളുടെ രൂപത്തിലാണ് പതിയുക. ഈ വ്യക്തി സ്വയം എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നത് എന്ന് അദ്ദേഹം നിരീക്ഷിക്കും. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിങ്ങളുടെ ആത്മവിശ്വാസവും ആവേശവും വ്യക്തമായി കാണാം. ഈ മനുഷ്യൻ ഉത്തരവാദിത്വമില്ലാത്തവനല്ല. തനിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നിവൻ അറിയാം. ഇവൻ സംസാരിക്കാൻ യോഗ്യനാണ് എന്ന് അദ്ദേഹം വിചാരിക്കും. പിന്നീട് അദ്ദേഹം നിങ്ങളെ അതേ വീക്ഷണകോണിൽ തന്നെ വിലയിരുത്തും. അതേ മാനസികാവസ്ഥയോടെ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുകയും അതിനനുസരിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യും. ഒരുപക്ഷെ പിന്നീട് നിങ്ങളുടെ സംസാരത്തിൽ എന്തെങ്കിലും ബലഹീനതയോ ചെറിയ പോരായ്മകളോ പ്രകടമായാൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ആദ്യത്തെ രൂപം ഇതിനകം തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ശക്തമായ ഇടം നേടിക്കഴിഞ്ഞിട്ടുണ്ടാകും. ഒരു വലിയ സ്വാധീനം അവിടെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കും ചന്ദ്രഗുപ്ത. ആ സ്വാധീനം എത്രത്തോളം ആഴമുള്ളതായിരിക്കുമെന്നാൽ പിന്നീട് അദ്ദേഹം നിങ്ങളുടെ വാക്കുകളെ വളരെ ഗൗരവത്തോടെ ആയിരിക്കും എടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകും. നിങ്ങളോട് കൂടുതൽ ബഹുമാനത്തോടെ പെരുമാറും. ഇനി ഇതിന് നേർ വിപരീതമായി ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ അതേ വ്യക്തി തന്നെയാണ്. എന്നാൽ നിങ്ങളുടെ വസ്ത്രങ്ങൾ അഴുക്കുപിടിച്ചതും കീറിയതും പഴയതും അലങ്കോലപ്പെട്ടതുമാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ എത്രത്തോളം ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചാലും, എത്ര ആവേശത്തോടെ സംസാരിച്ചാലും, എതിരെയുള്ള വ്യക്തി മുൻകൂട്ടി തന്നെ നിങ്ങളെ കുറച്ചു കണ്ട് വിലയിരുത്തി കഴിയും. അദ്ദേഹത്തിന്റെ നോട്ടം നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഉടക്കി നിൽക്കും. ഈ മനുഷ്യൻ സ്വന്തം കാര്യത്തിന് പോലും പ്രാധാന്യം നൽകുന്നില്ലെങ്കിൽ ഇവൻ എനിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടവനായിരിക്കും എന്ന് അദ്ദേഹം ചിന്തിക്കും. അതിനുശേഷം അദ്ദേഹം നിങ്ങളുടെ വാക്കുകളെ വളരെ സാധാരണമായി കാണുകയുള്ളൂ. ബിസിനസ് നീട്ടിവെക്കും. ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളെ ഗൗരവമായി എടുക്കില്ല. ആ ആദ്യത്തെ നോട്ടത്തിൽ തന്നെ എല്ലാം അവസാനിക്കും. ചന്ദ്രഗുപ്ത, ഇനി 4ാമത്തെ നേട്ടത്തെക്കുറിച്ച് കേൾക്കൂ. മനസ്സിന്റെ വ്യക്തതയും അച്ചടക്കവും സമനിലയും കൈവരുന്നു. ഈ നേട്ടം ബാഹ്യമായ രൂപത്തേക്കാൾ മനസ്സിനുള്ളിലുണ്ടാകുന്ന ഒന്നാണ്. എന്നാൽ ബാഹ്യമായ അലങ്കാരങ്ങൾ ഉള്ളത്തെയും മാറ്റിമറിക്കും. നല്ല വസ്ത്രധാരണമെന്നത് ശരീരത്തെ മാത്രം ഭംഗിയാക്കുന്ന ഒന്നല്ല,
അത് മനസ്സിനെ ശാന്തമായും വ്യവസ്ഥാപിതമായും നിലനിർത്തുന്നു. നിങ്ങൾ രാവിലെ എഴുന്നേറ്റയുടൻ നിങ്ങളുടെ വസ്ത്രങ്ങൾ വൃത്തിയുള്ളതായും ഇസ്തിരിയിട്ടതായും ഭംഗിയായി തിരഞ്ഞെടുത്തതായും കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു സന്ദേശം ലഭിക്കുന്നു. എല്ലാം വ്യവസ്ഥാപിതമാണ്, ഞാൻ നിയന്ത്രണത്തിലാണ്, ഞാൻ പൂർണ്ണ ജാഗ്രതയിലാണ് എന്ന സന്ദേശമാണത് ലഭിക്കുക. ഈ സന്ദേശം ചെറുതാണെന്ന് തോന്നാം, എന്നാൽ ഇതിൻ്റെ സ്വാധീനം വളരെ ആഴമേറിയതാണ്. ഇതിന് വിപരീതമായി ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വസ്ത്രങ്ങൾ അങ്ങിങ്ങായി ചിതറിക്കിടക്കുകയാണെങ്കിൽ, കുപ്പായത്തിൽ കറകളുണ്ടെങ്കിൽ, കാൽസട്ട ചുളിഞ്ഞുപോയിട്ടുണ്ടെങ്കിൽ, പാദരക്ഷകൾ പൊടി നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ണാടിയിൽ നോക്കുന്ന ആ നിമിഷത്തിൽ മനസ്സിലൊരു വലിയ ആശയക്കുഴപ്പം ഉടലെടുക്കും. ചിന്തകൾ ചിതറിപ്പോകും. ഞാൻ ഇന്ന് എന്താണ് ചെയ്തത്? ഞാൻ തയ്യാറാണോ? ഞാൻ ഇതിന് യോഗ്യതയുള്ളവളാണോ എന്ന് തോന്നിത്തുടങ്ങും. ഈ ചെറിയ ആശയക്കുഴപ്പം ദിവസം മുഴുവൻ നീണ്ടു നിൽക്കും. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ താമസം നേരിടും. ജോലിയിൽ മനസ്സ് ഏകാഗ്രമാകില്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരും. അലങ്കോലമായ രൂപം അലങ്കോലമായ മനസ്സിൻ്റെ ജന്മസ്ഥലമായി മാറുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഭംഗിയാക്കുമ്പോൾ, നിങ്ങളുടെ വ്യക്തിത്വത്തിന് അനുയോജ്യമായ വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് അവ നന്നായി ധരിക്കുമ്പോൾ, തലമുടി ചീകിയൊതുക്കി പാദരക്ഷകൾ തിളക്കുമ്പോൾ മനസ്സിനൊരു വ്യക്തത ലഭിക്കുന്നു. ഈ വ്യക്തത ഉള്ളിൽ നിന്നാണ് വരുന്നത്. ചിന്തകൾക്ക് മൂർച്ച കൂടുന്നു, വർദ്ധിക്കുന്നു. ഇന്നെനിക്ക് നല്ലതെന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും. ഈ ജാഗ്രത നിങ്ങളുടെ ഓരോ തീരുമാനത്തിലും പ്രതിഫലിക്കും. ചന്ദ്രഗുപ്ത, അച്ചടക്കമെന്നത് ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? രാത്രിയിൽ തന്നെ വസ്ത്രങ്ങൾ തയ്യാറാക്കി വയ്ക്കണം. രാവിലെ എഴുന്നേറ്റു അവ വൃത്തിയാക്കണം. ശരിയായ നിറവും ശരിയായ ശൈലിയും തിരഞ്ഞെടുക്കണം. കൃത്യസമയത്ത് ഒരുങ്ങണം. ഈ ചെറിയ ഉത്തരവാദിത്വങ്ങൾ അച്ചടക്കത്തിനുള്ള ശക്തമായ അടിത്തറ പാകുന്നു. ഏതൊരു മനുഷ്യനാണോ ചെറിയ കാര്യങ്ങളിൽ അച്ചടക്കം പുലർത്തുന്നത്, അവനു മാത്രമേ വലിയ വലിയ ഉത്തരവാദിത്വങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തൻ്റെ കവചം എന്നും തിളക്കത്തോടെ സൂക്ഷിക്കുന്ന ഒരു യോദ്ധാവ് മാത്രമേ യുദ്ധത്തിലും അച്ചടക്കത്തോടെ പോരാടുകയുള്ളൂ. തൻ്റെ വസ്ത്രങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു രാജാവ് മാത്രമേ ഭരണകാര്യങ്ങളിലും കൃത്യമായ ശ്രദ്ധ പുലർത്തുകയുള്ളൂ. ഈ സമനില മനസ്സിനു മാത്രമല്ല, പൂർണ്ണമായ ജീവിതത്തിനു വേണ്ടിയുള്ളതാണ്. മനസ്സ് സമനിലയിലാകുമ്പോൾ വികാരങ്ങളും സമനിലയിലാകും. അമിതമായ ദേഷ്യമോ അമിതമായ സങ്കടമോ ഉണ്ടാകില്ല. നിങ്ങളുടെ തീരുമാനങ്ങൾ യുക്തിഭദ്രമായിരിക്കും. നിങ്ങളുടെ സംസാരം വ്യക്തമായിരിക്കും. നിങ്ങളുടെ സാന്നിധ്യത്തിൽ ജനങ്ങൾ സമാധാനം അനുഭവിക്കും. ഈ ശാന്തതയാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഒരിക്കൽ ഞാൻ വളരെ കഴിവുള്ള ഒരു യുവാവിനെ കണ്ടു. എന്നാൽ അവൻ എപ്പോഴും അലങ്കോലമായ വസ്ത്രങ്ങൾ ധരിച്ചാണ് നടന്നിരുന്നത്. അവൻ്റെ മനസ്സെപ്പോഴും ആശയക്കുഴപ്പത്തിലായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൻ അസ്വസ്ഥനാകുമായിരുന്നു. ഞാൻ അവനോട് 1 മാസത്തേക്ക് ദിവസവും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരാൻ ആവശ്യപ്പെട്ടു. അവൻ അപ്രകാരം തന്നെ ചെയ്തു. 1 മാസത്തിനു ശേഷം അവൻ വന്നു പറഞ്ഞു, ഗുരുദേവ, ഇപ്പോഴെൻ്റെ ചിന്തകൾ വളരെ വ്യക്തമാണ്. ഞാൻ മുൻപത്തെ പോലെ ആകുലപ്പെടുന്നില്ല. ജോലികൾ കൃത്യസമയത്ത് തീരുന്നുണ്ട്. വസ്ത്രങ്ങൾ അവൻ്റെ മനസ്സിനെ സമനിലയിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഈ നേട്ടം ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും പടർന്നു പന്തലിക്കും. പഠനത്തിൽ ശ്രദ്ധ കൂടും. ജോലിയിൽ ഉൽപാദനക്ഷമത വർദ്ധിക്കും. ബന്ധങ്ങളിൽ ക്ഷമ കൈവരും. മാനസിക സമ്മർദ്ദം കുറയുന്നതിലൂടെ ശാരീരിക ആരോഗ്യവും മെച്ചപ്പെടും. ഇനി 5ാമത്തെയും അവസാനത്തേതുമായ നേട്ടത്തെക്കുറിച്ച് കേൾക്കൂ. പോസിറ്റീവ് എനർജിയും മികച്ച അവസരങ്ങളും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നിങ്ങളെ തന്നെ തയ്യാറാക്കി നിങ്ങൾക്കു തന്നെ നിങ്ങൾ ബഹുമാനം നൽകുമ്പോൾ നിങ്ങളുടെ പൂർണ്ണമായ ഊർജം സമനില കൈവരിക്കുന്നു. ഈ ഊർജം ഒരു കാന്തം പോലെയാണ് പ്രവർത്തിക്കുന്നത്. യാതൊരു കാരണവുമില്ലാതെ ജനങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. കാരണം അവർ നിങ്ങളിൽ ഒരു പോസിറ്റീവായ, ശക്തമായ, ജാഗ്രതയുള്ള ഊർജം അനുഭവിക്കുന്നു. ഈ ഊർജം പുറത്തുനിന്നു വരുന്നതല്ല, അത് ഉള്ളിൽ നിന്നു തന്നെ ഉത്ഭവിക്കുന്നതാണ്. ഞാൻ പ്രധാനപ്പെട്ടവളാണ്. എൻ്റെ ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഉത്തരവാദിത്തമില്ലാത്തവളല്ല എന്നു നിങ്ങൾ ഉള്ളിൽ തന്നെ പറയുമ്പോൾ ആ വികാരം നിങ്ങളുടെ മുഖത്തും
നിങ്ങളുടെ കണ്ണുകളിലും നിങ്ങളുടെ നടത്തത്തിലും പ്രകടമാകും. ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നു. ഈ വ്യക്തിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ഇദ്ദേഹത്തോടൊപ്പം നമ്മൾ കൈകോർക്കണം എന്നവർ ചിന്തിക്കും. അതുകൊണ്ട് അവസരങ്ങൾ സ്വയമേവ നിങ്ങളെ തേടി വരും. ഏതെങ്കിലും നല്ല ജോലിക്കുള്ള അവസരം വരാം, നല്ലൊരു സുഹൃത്തിനെ ലഭിക്കാം, ബിസിനസ് പങ്കാളിയാകാനുള്ള അവസരവും ഉണ്ടായേക്കാം. നിങ്ങൾ ഇതിനായി തനിയെ ഓടി നടക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഊർജം തന്നെ എല്ലാറ്റിനെയും ആകർഷിച്ചുകൊള്ളും. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്തെന്നാൽ നിങ്ങൾ ജീവിതത്തെ കൂടുതൽ ജാഗ്രതയോടെയും ഉത്തരവാദിത്വത്തോടെയും ജീവിക്കാൻ തുടങ്ങുന്നു എന്നതാണ്. ഓരോ ദിവസത്തെയും നിങ്ങൾ സാധാരണഗതിയിലുള്ള ഒരു ദിവസമായി തള്ളിക്കളയില്ല. ഈ ദിവസം എനിക്ക് ജീവിതത്തിൽ ഒരു തവണ മാത്രമേ ലഭിക്കുകയുള്ളൂ, ഞാനിത് ഒട്ടും പാഴാക്കിക്കളയില്ല എന്നു നിങ്ങൾ ചിന്തിക്കും. ഈ ജാഗ്രത നിങ്ങളെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നയിക്കും. നിങ്ങൾ അലസത കൈവെടിയും, നിങ്ങൾ അച്ചടക്കം പാലിക്കും, നിങ്ങൾ ആത്മാഭിമാനത്തോടെ നിറയും. ചന്ദ്രഗുപ്ത, ഈ 5 നേട്ടങ്ങളും വെവ്വേറെ നിൽക്കുന്നവയല്ല, ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. ആത്മവിശ്വാസത്തിൽ നിന്നാണ് ആത്മാഭിമാനം ജനിക്കുന്നത്. ആത്മവിശ്വാസം വഴി ആദ്യത്തെ ഇംപ്രഷൻ ശക്തമാകുന്നു. ശക്തമായ ബാഹ്യരൂപം വഴി മനസ്സിന്റെ വ്യക്തതയും അച്ചടക്കവും വളരുന്നു. വ്യക്തതയിൽ നിന്നും അച്ചടക്കത്തിൽ നിന്നും പോസിറ്റീവ് എനർജി പുറത്തുവരുന്നു. പോസിറ്റീവ് എനർജിയിലൂടെ മികച്ച അവസരങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇത് നല്ല വസ്ത്രധാരണത്തിൽ നിന്നും. കണ്ടില്ലേ, ഇതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടല്ലോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നവർ തീർച്ചയായിട്ടും കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.